അങ്ങനെ നമ്മുടെ 8-9 ദിവസത്തെ ഇവിടുത്തെ അതെ. അപ്പൊ നമ്മള് വീട്ടിൽ പോകേണ്ടതാണ്. ബാഗുകളും എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ട് സുനിലുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് ആതിര ഈസ് കമ്മിങ്. ആതിര ഉണ്ട്. അപ്പൊ ബില്ലടയ്ക്കാൻ വന്നതാണ് കേട്ടോ. ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ ബില്ല് ക്ലോസ്. നമ്മുടെ ബാക്കി നിധിയുടെ അല്ലേ, അത് ക്ഷമിക്കാം. മേലാണ് മെറിൻ പറഞ്ഞ പോലെ നിനക്ക് ബോധമുണ്ടോ? ഞാൻ സെക്കൻഡ് ഡേ തന്നെ ഡിസ്ചാർജ് ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ ബില്ലാണ് നമ്മൾ അടയ്ക്കാൻ നിന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നേഴ്സ് വന്നിട്ട് നമ്മുടെ കുഞ്ഞിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്, അതുപോലെ തന്നെ കുഞ്ഞിന് എന്തൊക്കെ മെഡിസിൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞ് കൊണ്ടുവരിക എന്നൊക്കെ പറയുമായിരുന്നേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യൻ്റ് എന്നുള്ള ആ ഒരു ഇതിൽ ഇറ്റ്സ് എ ഫാദർ എന്നെഴുതിയ ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരി നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോയി. ഇതാണ് നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ. അങ്ങനെ പാക്ക് ചെയ്ത എല്ലാമായിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിയിൽ ഇറങ്ങി നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 1 മിനിറ്റാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ക്യാബ് വന്നു. നമ്മുടെ ഈ ഒരു ചേട്ടനെക്കുറിച്ച് പറഞ്ഞാൽ ഒട്ടും മതിയെടുത്തില്ല. കാരണം അതൊക്കെ വേറെ ഫോണിലായിപ്പോയി. ഞാനത് ഈ ഒരു ഫോണിലേക്ക് ഷെയർ ചെയ്തതുമില്ല കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം തോന്നി എനിക്ക്. അത് കഴിഞ്ഞ് ഇച്ച എനിക്ക് കുഞ്ഞിനെ മടിയിലേക്ക് വെച്ച് തരുവാണ്. എനിക്ക് അല്ലാണ്ട് തന്നെ കുഞ്ഞിനെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇച്ച ആണ് കൂടുതലും കുഞ്ഞിനെ എടുക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവെക്കുന്നതും എല്ലാം പുള്ളിക്കാരൻ തന്നെ ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് എൻ്റെ മടിയിലേക്ക് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. എത്ര ദിവസം ഹോസ്പിറ്റൽ വാസത്തിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. എൻ്റെ ഫോൺ അറിയില്ല. എൻ്റെ അല്ല ഐഫോൺ എൻ്റെ ഇരിക്കുന്ന എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ സുട്ടുവിൻ്റെയും സ്വീറ്റിൻ്റെയും റിയാക്ഷൻ എന്താണ് എന്നറിയാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ കയറുന്ന സമയത്ത് വല്ലാതായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക്, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പള്ളി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലൊക്കെ കയറി ഇച്ചതേ കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ടൈമിൽ പോലും എനിക്ക് ഞങ്ങളപ്പം തന്നെ സ്വീറ്റിനെയും സുട്ടുവിനെയും തുറന്നൊന്നും വിട്ടില്ല. കാരണം ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ചധികം നേരം നമ്മൾ ഡിലേ ആയിരുന്നു. കാരണം ഇടയ്ക്ക് വെച്ച് കുഞ്ഞ് കരഞ്ഞപ്പോൾ ഇടയ്ക്ക് നമ്മൾ നിർത്തി കുഞ്ഞിന് ഫീഡ് ചെയ്തിട്ടൊക്കെയാണ് പിന്നീട് വീട്ടിൽ പോയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് വീട്ടിൽ പോയപ്പോൾ സുട്ടുവിനെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ സുട്ടുവിനെ ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. അപ്പോൾ ആശാൻ ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കാണിച്ചത് ഭയങ്കര കരച്ചിലായിരുന്നു. നോക്കി നിന്ന് മ്യാവ് മ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അതിനുശേഷം ഇച്ചായും കുഞ്ഞിനെ ഇങ്ങനെ തടവുക കേട്ടോ. പിന്നെ പോകുന്നില്ല. ആശാൻ ഇങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും ആ ഒരു ഹോസ്പിറ്റൽ ലൈഫ് അങ്ങനെ തീർന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.